ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആർട്ട് ജേർണലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു ചെറിയ അസറ്റേറ്റിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നുള്ളത്. പിന്നെ വൈറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നോർമൽ വാട്ടർ കളർ ഷീറ്റാണ്. സോ ആദ്യം നിങ്ങൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന മുമ്പേ ഷീറ്റ് നന്നായിട്ട് വെറ്റ് ചെയ്യണം. ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളറോ നിങ്ങളുടെ കയ്യിൽ എന്ത് പെയിൻറ്റാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പെയിൻറ്റ് ഇതേപോലെ അസറ്റേറ്റ് ഷീറ്റിൽ ആക്കിയിട്ട് നന്നായിട്ട് അതിൽ നല്ലോണം വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് നമ്മളത് ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്ന കളറ്. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡാണ് യൂസ് ചെയ്തത്. നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ അതിന് ശേഷം ഞാനിവിടെ ഒരു ബില്ലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ലില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് പഴയ ബില്ലാണ്, അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. സോ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യുക, സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു നോർമൽ ഗ്ലൂ വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യുക എവിടെ വെച്ചാലായിരിക്കും ഭംഗി എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ ഒരു വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റിക്ക് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ അത് കവർ ചെയ്യാണ്. അത് അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ജെസ്സും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് ജെസ്സും ഇല്ല, അതുകൊണ്ട് ഞാൻ നോർമൽ ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു ഇങ്ക് പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ ഒരു ലിഡ് യൂസ് ചെയ്തത്. അതൊരു പെർഫ്യൂം ബോട്ടിലിൻ്റെ ലിഡാണ്. സോ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സർക്കിൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്തത്. പിന്നെ ചെറിയ സർക്കിൾസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ത്രെഡാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ആ ഒരു സർക്കിൾ യൂസ് ചെയ്തിട്ടാണ് ചെറിയ സർക്കിൾസ് ഉണ്ടാക്കിയത്. ഓക്കെ, സോ അതിന് ശേഷം നമ്മൾ സർക്കിൾ ഉണ്ടാക്കിയ ശേഷം അതിന് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യാനൊക്കെ അറിയുമെങ്കിൽ നന്നായിട്ടൊരു ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുക. എനിക്ക് കാര്യമായ ഷെയ്ഡിംഗ് ഒന്നും അറിയില്ല, സോ എനിക്കറിയാവുന്ന പോലെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ജസ്റ്റ് നോർമൽ പെൻ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ സർക്കിളൊക്കെ. അതിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് ഡോട്ട്സ്, ഒരു വൈറ്റ് ഡോട്ട്സ് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി സ്റ്റിക്കറൊന്നും അല്ല, ഇത് ഞാൻ ജസ്റ്റ് A4 ഷീറ്റിൽ എനിക്ക് വേണ്ടുന്ന കോട്ട് മാത്രം A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം സെയിം നമ്മൾ വൈറ്റ് പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റും കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ ബേസ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോട്ട്സും ആ ബട്ടർഫ്ലൈ ഒക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ആർട്ട് വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാം, ഇല്ലെങ്കിൽ ബുക്കിൻ്റെയോ ഡയറീൻ്റെയോ കവറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ആർട്ട് ജേർണലിങ് ചെയ്തത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊന്നും അങ്ങനെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്കങ്ങനെ തോന്നിയ പോലെ അങ്ങ് ചെയ്തതാണിത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.